ബിഗ് ബോസ് ഹൗസിൽ തനിക്കുണ്ടായ വലിയൊരു വിഷമത്തെപ്പറ്റി സംസാരിക്കുകയാണ് അനുമോൾ ആദിലയോട്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആദിലയോട് അനുമോൾ എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഇന്നേ വരെ എൻ്റെ മുഖത്ത് നോക്കി ആരും പറയാത്ത വാക്കാണ് അവൻ പറഞ്ഞേക്കുന്നത്. നിനക്കറിയാമോ? അത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിൽക്കുന്ന ഇത്രയും ആൾക്കാർ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. ഇവിടെ അത് നിങ്ങൾക്ക് മാത്രം, രണ്ടുപേർക്ക് മാത്രം അറിയാം. നിനക്കും അറിയാം, ശൈത്യയ്ക്കും അറിയാം. നിങ്ങൾക്ക് രണ്ടുപേരോടത്തും ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനുമോൾ പറയാണ്, എന്നെ വിശ്വാസമുള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ വിവരം അറിയാം. ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും എല്ലാം പറഞ്ഞെന്ന് ഇങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ വിവരം മൊത്തം അറിയാവുന്ന ഒരാൾ അഭിലാഷാണ്. പക്ഷേ അയാൾ ഇതുവരെ ഒന്നും പുറത്ത് സംസാരിച്ചിട്ടില്ല. അയാൾക്കിതെല്ലാം അറിയാമെന്ന് അനുമോൾ പറയുന്നുണ്ട് ആദിലയോട്. എൻ്റെ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് ഷാനവാസ്ക്ക. ഷാനവാസ്ക്കായും ആദ്യം എല്ലാം എന്ത് വിചാരിച്ച് ആൾക്കാരുടെ അടുത്ത് പറയണ്ട, അവരുടെ ഇമേജ് തകർക്കണ്ട എന്നുള്ള രീതിയിൽ മിണ്ടാതിരുന്നത്. പക്ഷേ അത്രയും നമ്മൾ പ്രഷറാവുന്ന സമയത്താണ് നമ്മൾ പൊട്ടിത്തെറിച്ച് പോകുന്നത്. ഞാൻ ആ അവസ്ഥ അനുഭവിക്കുന്ന അതേ അവസ്ഥയിലൂടെ തന്നെ ഞാൻ കടന്നു പോയിരിക്കുന്നത്. നീ എടുത്തിയാടി ഒരു സംഭവം പറഞ്ഞില്ലേ, അതേപോലെ നമുക്ക് ദേഷ്യവും വിഷമവും ഒക്കെ വരുമ്പം നമ്മൾ എടുത്തിയാടി പറഞ്ഞു പോകും. അങ്ങനെയാണ് എനിക്ക് സംഭവിച്ചേക്കുന്നതെന്ന് ആദിലയോട് അനുമോൾ പറയുകയാണ്. ആര്യൻ്റെയും ജിസേലിൻ്റെയും കാര്യത്തിലുണ്ടായ ഒരു വിഷമം അനുമോൾ ആദിലയോട് പറഞ്ഞു മനസ്സിലാക്കുകയാണ്. അന്നുണ്ടായ ആ ഒരു ഇഷ്യൂ അനുമോളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അനുമോളുടെ ഈ മാറ്റം പോലും അതിന് ശേഷം ഉണ്ടായതാണെന്നും അനുമോൾ ആദിലയോട് പറയുന്നുണ്ട്. അത്രയും മാനസിക വിഷമം ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും കേൾക്കട്ടെന്ന് വിചാരിച്ചു. ഞാനങ്ങ് പറഞ്ഞു. വേറൊരു സംഭവമുണ്ട്, പക്ഷെ അതിപ്പോൾ ഞാൻ പറയുന്നില്ല. അനുമോൾക്ക് എന്തോ പിന്നെയും പറയാനുണ്ട്, പക്ഷേ ക്യാമറ ഉള്ളതുകൊണ്ട് അനുമോളത് പറയുന്നില്ല. എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ ദിവസം എന്താ കണ്ടതെന്ന് പറ, എല്ലാവരുടെയും മുമ്പ് വെച്ച് പറയുമെന്ന് പറഞ്ഞിട്ട് പ്രഷർ തന്നെ ആരൊക്കെയാണെന്ന് അവരുടെ എല്ലാ മുഖവും എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. എന്തൊരു പ്രഷറാണെന്നറിയോ എനിക്കെതിരായിട്ട് ഇവർ ചെയ്തത്. പറ എന്ന് പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് പറയിച്ചപ്പം ആ പ്രശ്നത്തിൽ എനിക്ക് എന്തുമാത്രം പ്രഷർ തന്ന ആരൊക്കെയാണെന്ന് എനിക്ക് നന്നായി അറിയാം. ആ സിനിമയ്ക്കകത്ത് എനിക്ക് പ്രഷർ തന്നവരൊന്നും അല്ല ഇവർ. എല്ലാവരോടും ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല, ഞാനിത് പറയത്തില്ലെന്ന് പറഞ്ഞാണൊക്കെ എല്ലാവരും കൂടെ എന്നെ നിർബന്ധിച്ച് എന്നെക്കൊണ്ടത് പറയിച്ച്. എന്നിട്ട് അവസാനം വന്നപ്പം അത് എൻ്റെ തലയിൽ മാത്രമായി, ബാക്കി സേഫായി. ആദിലയോട് മനസ്സ് തുറന്ന അനുമോളുടെ മനസ്സിലുള്ള വിഷമങ്ങൾ മൊത്തം സംസാരിക്കുകയാണ്. അനുമോൾ കരയുന്നുണ്ട്, അനുമോൾക്ക് പറയാൻ പറ്റുന്നില്ല, കണ്ടവിടറുന്നുണ്ട്. എന്നിട്ട് അനുമോളത് പറയുകയാണ്. ഞാൻ അനുഭവിച്ച വിഷമം എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ അതേ അവസ്ഥയിലൂടെയാണ് ഷാനവാസ്ക്ക കടന്നു പോകുന്നത്. ഷാനവാസ്ക്കയുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ടെന്നും അനുമോൾ പറയുന്നുണ്ട്.